കഴിഞ്ഞ ആഴ്ച നടന്ന കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിലെ കൂറുമാറ്റ വോട്ട് വെറുമൊരു ആഭ്യന്തര അച്ചടക്ക ലംഘനത്തിനപ്പുറം ബി.ജെ.പിയിൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. JDS-ഉമായുള്ള സഖ്യവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ തങ്ങളുടെ ദീർഘകാല രാഷ്ട്രീയ തന്ത്രങ്ങളും പുനഃപരിശോധിക്കാൻ BJP കേന്ദ്ര നേതൃത്വം നിർബന്ധിതരായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. മുതിർന്ന BJP നേതാവ് CT രവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതി കൂറുമാറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന സൂചന കൂടി പുറത്തേക്ക് വരികയാണ്. ഈ റിപ്പോർട്ട് അവലോകനം ചെയ്ത ശേഷം കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്നാൽ വെറുമൊരു ശിക്ഷാ നടപടി കൊണ്ട് മാത്രം പ്രശ്നം തീരില്ല എന്ന നിലപാടിലാണ് BJP നേതൃത്വം. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഇത്തരം പിന്നിൽ നിന്നുള്ള കുത്തുകൾ ഒട്ടും വെച്ചു പൊറുപ്പിക്കില്ല എന്ന കർശനമായ നിലപാടിലാണ് ദേശീയ നേതൃത്വം. ഈ വിവാദം കർണാടകയിൽ NDA സഖ്യത്തിന്റെ ഭാവി ചോദ്യചിഹ്നമാക്കുന്നതിനൊപ്പം BJP സ്വന്തം നിലയിൽ അടിത്തറ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമോ എന്ന ചർച്ചകൾക്കും ഇപ്പോൾ വഴി തുറന്നിട്ടുണ്ട്. ആകെ 7-ൽ 5 സീറ്റുകളും നേടി കോൺഗ്രസ് വൻ മുന്നേറ്റമാണ് നടത്തിയത്. ഇതോടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ കോൺഗ്രസിന്റെ അംഗബലം 34-ൽ നിന്ന് 39 ഉയർന്നു. അതേസമയം BJPക്ക് കേവലം 2 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. ഇതോടെ അവരുടെ ആകെ സീറ്റുകൾ 29 ചുരുങ്ങി. തങ്ങളുടെ ഏക സീറ്റിൽ മത്സരിച്ച JDS ദയനീയമായി പരാജയപ്പെടുകയും നിലവിൽ 6 അംഗങ്ങൾ മാത്രമായി അവർ ഒതുങ്ങുകയും ചെയ്തു. 224 അംഗങ്ങളുള്ള കർണാടക നിയമസഭയിൽ കോൺഗ്രസിന് 4 സീറ്റുകൾ നേടാനുള്ള ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ NDA ക്യാമ്പിലെ കൂട്ടത്തോടെയുള്ള കൂറുമാറ്റമാണ് കോൺഗ്രസിന് 5ാമത്തെ സീറ്റ് കൂടി സമ്മാനിച്ചത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ തുടർന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര, പ്രതിപക്ഷ നേതാവ് R അശോക, കർണാടക BJP പ്രഭാരി രാധാ മോഹൻദാസ് അഗർവാൾ എന്നിവർ കേന്ദ്ര നേതൃത്വവുമായി ഡൽഹിയിൽ അടിയന്തര കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. വോട്ടെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലെ 11 NDA MLA-മാർ വോട്ട് ചെയ്തില്ല എന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തെ അറിയിച്ചതായാണ് സൂചനകൾ. ഇതിനു പുറമെ 4 BJP വോട്ടുകൾ പാഴാവുകയും 1 അസാധുവാവുകയും ചെയ്തു. കുറഞ്ഞത് 3 BJP MLA-മാരുടെ കൂറുമാറ്റം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്.